ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ദേ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം സിമ്പിളായിട്ട് നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് അധികം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ അതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1.5 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കേട്ടോ, പാലില്ലാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് നല്ല തിളക്കൊന്നും വേണ്ട, ഒരു നേരിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് പഞ്ചസാരയും ഈസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഒരു 10-20 മിനിറ്റിന് ശേഷം അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലോട്ട് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമുക്ക് ഈ 2 കപ്പ് മാവിലോട്ട് നമ്മുടെ ഈ 1/4 കപ്പ് വെള്ളം നമുക്ക് നല്ല പാകം തന്നെയാണ്. പിന്നെ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം അതേ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ട്, പക്ഷെ നമ്മുടെ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊങ്ങി വരുന്ന അതിലൊന്നും നമ്മുടെ ഈ മാവ് പൊങ്ങി വരില്ല കേട്ടോ. അതിനുശേഷം ഇത് ബോളാക്കിയിട്ട് നമുക്ക് വീണ്ടും അതൊരു 20 മിനിറ്റ് നേരം ഒന്നും കൂടെ മൂടി വെക്കാം. ജസ്റ്റ് പിന്നെ അതിന് ശേഷം ഒന്ന് നമ്മുടെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ നോസിലിൻ്റെ ഹോള് കുറച്ച് വലുതായത് കാരണം എൻ്റെ ഡോണറ്റിൻ്റെ ഹോള് കുറച്ച് വലുതാണ് കേട്ടോ. പക്ഷേ ഡോണറ്റിന് ഇത്ര വലിയ ഹോളിനേക്കാൾ നല്ലത് ചെറുത് തന്നെ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് വീണ്ടും എനിക്ക് 2 ഡോണറ്റും കൂടെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡോണറ്റൊക്കെ കറക്റ്റായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലായിട്ട് നമുക്ക് നമ്മുടെ ഡോണറ്റൊക്കെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീ അധികം കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അത് എണ്ണയിലിട്ടപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡോണറ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനെ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം എണ്ണയുടെ ചിലവൊന്നും വരില്ല കേട്ടോ. നമ്മുടെ എണ്ണ ഒട്ടും കുടിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ ഡോണറ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം, അല്ല പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് മുകളിലിട്ടിട്ട് അങ്ങനെ വേണം കഴിക്കാം. പിന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ചോക്ലേറ്റ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ മുകളിൽ ഒന്ന് അലങ്കോലപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റിയുള്ള ഡോണറ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.